കടിക്കുന്നത് മോശമായാൽ തഖ്വ കുറഞ്ഞു പോകും, ഇഖ്ലാസ് കുറഞ്ഞു പോകും, കണ്ടില്ലേ, ഇജാബത്ത് കുറഞ്ഞു പോകും, സ്വീകാര്യത കുറഞ്ഞു പോകും. എത്ര ആളുകളുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, എത്ര ആളുകളുണ്ട് അവരുടെ ഭക്ഷണം ഹറാമാണ്, പാനീയം ഹറാമാണ്, ധരിച്ചത് ഹറാമാണ്, ഹറാമിലായിട്ട് നിറഞ്ഞ ജീവിതമാണ്. ഫഅന്നാ യുസ്തജാബു ലിദാലിക, അവൻ എങ്ങനെ ഉത്തരം നൽകപ്പെടാനാ? അതുകൊണ്ട് കഴിക്കുന്നത് ഹറാമാകരുത്, ഇബാദത്തിന് തീരെ ലദ്ദത്ത് ലഭിക്കുകയില്ല. ഒരു ചെറിയ ധാന്യം എടുത്തത് മാറിപ്പോയപ്പോ, ഇബാദത്തിന്റെ മധുരം നഷ്ടപ്പെട്ടപ്പോൾ ഉമ്മയോട് വന്ന് ചോദിച്ചുകൊണ്ട് അത് തിരുത്തിയിട്ട് പൊരുത്തപ്പെടിച്ചിട്ട് ഇബാദത്തിന്റെ മാധുര്യം എനിക്ക് ലഭിക്കണമെന്ന് ആഗ്രഹിച്ചു പോയ മഹാരഥന്മാരില്ലേ, പഴയകാലത്ത് ജീവിച്ചു പോയവരിൽ. അവരെത്ര സൂക്ഷ്മതയോടെ കഴിഞ്ഞവരാണ്. സ്വന്തം ഉമ്മയോട് വന്ന് ചോദിക്കുന്നു, സുബ്ഹാനല്ലാഹ്, പഴയകാലത്ത് ജീവിച്ച മഹാന്മാരിൽ വലിയൊരു മഹാൻ, ഉമ്മ, ഞാൻ ഇബാദത്തെടുത്ത് എത്ര നിസ്കരിച്ചിട്ടും എന്റെ നിസ്കാരത്തിന് എനിക്കൊരു മധുരം ലഭിക്കുന്നില്ല. ദ്വാരുന്നിട്ട് കണ്ണീരൊക്കെ വരുന്നുണ്ട്, പക്ഷേ അതുകൊണ്ട് എന്റെ മനസ്സിനൊരു സംതൃപ്തി വരുന്നില്ല, ഒരു വിധേയത്വവും വിനയവും എനിക്ക് കൂടി കിട്ടുന്നില്ല. ഇബാദത്തുകളിൽ എനിക്ക് താല്പര്യം നന്നേ കുറഞ്ഞു പോവുകയാണ്. ഉമ്മയോട് പറയുന്നു, ഉമ്മ, ആർക്കെങ്കിലും പൊരുത്തമില്ലാത്ത ഏതെങ്കിലും തരത്തിലുള്ള ഭക്ഷണം നിങ്ങൾ ഭക്ഷിച്ചിരുന്നോ? ഉമ്മ ആലോചിച്ചു നോക്കുന്നു. ഏറെ ആലോചിച്ച ശേഷം പറഞ്ഞു, മോനെ, നിന്നെ ഗർഭം ധരിച്ചിരുന്ന കാലത്ത് അയൽപക്കത്തെ ഒരു വീട്ടിലൂടെ ഞാനിങ്ങനെ നടന്നു പോകുമ്പോ അവിടെ ഉണക്കാനിട്ടിരിക്കുന്ന ചോളമുണ്ട്. ആ ചോളത്തിൽ നിന്ന് ഒന്ന് രണ്ട് മണികൾ എടുത്ത് ഞാൻ എന്റെ വായിലിട്ട് ഒന്ന് ചവച്ചിരുന്നു. ഒരു രസമല്ലേ എന്ന് കരുതിയിട്ട് ഉമ്മാനോട് മകൻ പറയുന്നു, നിങ്ങൾ അവിടെ പോകണം, ആ വീട്ടുടമയോട് അത് പറയണം, പൊരുത്തപ്പെടിക്കണം, എന്റെ ഇബാദത്തിന് എനിക്ക് മധുരം വരുന്നില്ല, നിസ്കരിച്ചിട്ടോ മറ്റു കാര്യങ്ങളിലോ ഒന്നും റാഹത്ത് ലഭിക്കുന്നില്ല. ഉമ്മ പോകുന്നു, ആ കുടുംബക്കാരോടത് പറയുന്നു, പൊരുത്തപ്പെടിക്കുന്നു, തിരുത്തുന്നു. സുബ്ഹാനല്ലാഹ്, അവരൊക്കെ അനുഭവിച്ച ഇബാദത്തിന്റെ മറ്റൊരു സുഖമുണ്ട്.